ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഏകകണ്ഠമായി ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ചേർന്ന് യോജിച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് കേരളത്തെ മാർച്ച് 30-നകം സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റണം എന്നത്. അതിനുള്ള ഒട്ടേറെ നടപടികൾ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാവരും കൂടി ഏറ്റവും ശക്തമായി പറഞ്ഞൊരു കാര്യം, നിരോധിച്ച പ്ലാസ്റ്റിക്കിന്റെ വിൽപ്പന ഉപയോഗം തടയാൻ കടുത്ത നടപടികൾ സ്വീകരിക്കണം എന്നതാണ് എല്ലാവരും ഏകകണ്ഠമായിട്ട് പറഞ്ഞത്. ഇത്രകാലം ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇതെന്തോ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുടെ ഒരു വാശിയാണ് എന്ന്. മിനിഞ്ഞാന്നൊരു വീഡിയോ കണ്ടതേ ഉള്ളൂ. തദ്ദേശ സ്വയംഭരണ മന്ത്രി കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി ഈ പ്ലാസ്റ്റിക്കിന്റെ പേരിൽ ഫൈൻ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് വ്യാപകമായി എന്നുള്ളത്. ഇന്നലെ സർവകക്ഷി യോഗം കഴിഞ്ഞപ്പോൾ ആ ധാരണ മാറിക്കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒറ്റക്കെട്ടായിട്ട് മുഖ്യമന്ത്രി വെച്ച നിർദ്ദേശത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും മറ്റെല്ലാ പാർട്ടി നേതാക്കളും അംഗീകരിച്ചു. അവരെല്ലാം പറഞ്ഞത് 2020 നിരോധിച്ച ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉണ്ട്, അതിന്റെ നിരോധനം കർശനമായി നടപ്പാക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെല്ലാം വന്ദേ ഭാരത് ട്രെയിനിൽ പലപ്പോഴും യാത്ര ചെയ്തിട്ടുള്ളവരാണ്. വിചിത്രമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ കയറുന്ന എല്ലാവർക്കും ഈ നിരോധിച്ച പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ റോസ്പൂ കൊടുക്കുന്നുണ്ട്. എല്ലാ യാത്രക്കാർക്കും കൊടുക്കുക. ആ റോസാപ്പൂ മാത്രം കൊടുത്താൽ മതി. ഒറ്റ യാത്രയിൽ ഈ വന്ദേ ഭാരത് ട്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം എത്രയാണെന്നാണ് കണക്കാക്കുന്നത്, ഒറ്റ യാത്രയിൽ. അപ്പൊ ഞാനൊരു തെളിവിന് വേണ്ടി ഇന്നലെ ഇത് കൊണ്ടുവന്നപ്പോ ഫോട്ടോ എടുത്ത് വെച്ചു. ഈ നിറയെ പ്ലാസ്റ്റിക് പൊതിഞ്ഞ പൂവുമായിട്ട് വന്ദേ ഭാരതിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നതിന്റെ. അപ്പൊ അത് കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ആ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കേണ്ടതാണ്. മാലിന്യമുക്ത സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റാൻ അതിലേറ്റവും പ്രധാനം, ബാക്കി സർക്കാരിന് ചെയ്യേണ്ട കാര്യങ്ങൾ അതെല്ലാം ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തിട്ടുണ്ട്, ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കുറച്ച് മാറ്റം വന്നിട്ടുള്ളൊരു കാര്യം ജനങ്ങളുടെ മനോഭാവത്തിലാണ്. ഇപ്പോ ഇങ്ങോട്ട് വരുമ്പോ വളരെ രസകരമായിട്ടൊരു സംഭാഷണം വാട്സാപ്പിൽ ഒരാൾ അയച്ചു തന്നത് കേൾക്കുകയുണ്ടായി. ഒരു ആനിമൽ വെൽഫെയർ ഓഫീസറാണ് ഞാൻ, കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയാണ് എന്ന് അവകാശപ്പെട്ട ഒരാൾ ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ സെക്രട്ടറിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നതാണ്. അതെന്താന്ന് വെച്ചാൽ, ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ സെക്രട്ടറി ശ്രീകണ്ഠാപുരം നഗരമധ്യത്തിൽ അവർക്കൊരു ടൗൺ സ്ക്വയർ ഉണ്ട്, അവിടെ ചിക്കൻ വേസ്റ്റ് തെരുവ് പട്ടിക്ക് തിന്നാൻ കൊടുത്തതിന് ഒരാളെ ഫൈൻ അടിച്ചു. മുനിസിപ്പൽ നിയമപ്രകാരമുള്ള ഫൈനാണ്. എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലത്ത് മാലിന്യമിട്ടു. ഈ കോഴിക്കടയിലെ വേസ്റ്റാണ്, പിന്നെ ഹോട്ടലിലെ വേസ്റ്റ്, ഇത് രണ്ടും കൊണ്ടുവന്നിട്ട് നഗരമധ്യത്തിൽ ഇട്ടുകൊടുത്തു. അപ്പൊ ആ ഫൈൻ ചുമത്തിയതിന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വിളിക്കുകയാണ്, ഞാൻ ആരാന്നറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അസാമാന്യമായ ക്ഷമയോടുകൂടി 10 മിനിറ്റ് 43 സെക്കൻഡും ഈ മുനിസിപ്പൽ സെക്രട്ടറി സാധാരണഗതിയിൽ ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത ഒരാളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ നോക്കുകയാണ്. അദ്ദേഹം പറയാണ്, ഈ തെരുവ് നായ്ക്കൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കേണ്ട മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളത് നിറവേറ്റാത്തോണ്ട് നിങ്ങൾക്കെതിരെ കോടതി ഞാൻ കേസ് കൊടുക്കും, ഹൈക്കോടതി പോകും. ഇതാണ് അതിന്റെ രത്ന ചുരുക്കം. ബാക്കി സംഭാഷണം വളരെ രസകരമാണ്. ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരാണ് നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു സംഭാഷണമാണ്. നിങ്ങൾക്ക് കേസ് കൊടുക്കും, എന്തിന്? അപ്പൊ സെക്രട്ടറി പറയുന്നുണ്ട്, ഒരു കുട്ടിയെ ഭീകരമായിട്ട് പട്ടി കടിച്ചു, ഇതുവരെ പട്ടിശല്യം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ചിലര് ഈ വേസ്റ്റ് കൊണ്ട് നിടുന്നോണ്ടാണ്. അവസാനം സെക്രട്ടറി പറഞ്ഞു, കേസ് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും, അപ്പൊ എനിക്ക് ഞങ്ങളുടെ ഭാഗം, മുനിസിപ്പാലിറ്റിയുടെ ഭാഗം കോടതിയിലൊന്ന് തെളിയിക്കാമല്ലോ. വളരെ ക്ഷമയോടെ സംയമനത്തോടെ അദ്ദേഹം പറയുന്നത്. ചുരുക്കം ഇതാണ്. ഞാൻ പറഞ്ഞത്, ഈ മനോഭാവത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. ആ മനോഭാവം മാറ്റാൻ
കേരളം കൂട്ടായി ഒറ്റക്കെട്ടായി സാക്ഷരതാ യജ്ഞത്തിലൊക്കെ ഇറങ്ങിയതുപോലെ ഇറങ്ങണം എന്നാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തത്.